ഉത്സവ സീസൺ കഴിയുന്നതോടെ സംസ്ഥാനത്ത് കോവിഡ് രോഗികൾ ഉയർന്നേക്കുമെന്ന ആശങ്ക. ഒമിക്രോണും ഉപവകഭേദമായ JN.1 കേരളത്തിൽ പടരുന്നത്. 24 മണിക്കൂറിനിടെ സംസ്ഥാനത്ത് 200 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇന്ത്യയിൽ സ്ഥിരീകരിച്ച 412 കോവിഡ് കേസുകളിൽ 200 കേരളത്തിൽ. തൊട്ടുപിന്നിൽ കർണാടക 125 പേർക്ക് സ്ഥിരീകരിച്ചു. കേരളത്തിലെ ആക്റ്റീവ് രോഗികളുടെ എണ്ണം 3096. വളരെ വേഗം പടരുന്ന ഒമിക്രോണും JN.1 രോഗികളുടെ എണ്ണം കൂടാൻ കാരണം. കോവിഡ് അല്ലെങ്കിൽ സാർസ് കൊറോണ വൈറസ് 2 എല്ലാ ജനിതക വ്യതിയാനങ്ങളും കൂടുതൽ അപകടം ഉണ്ടാക്കിയിട്ടുള്ളത്. അപകടം എന്ന് പറയുമ്പോൾ മരണമാകാം, അതോടൊപ്പം രോഗ തീവ്രത വേണമെങ്കിലും ആകാം. അത് ആക്കിയിട്ടുള്ളത് കൂടുതലായിട്ട് പ്രായാധിക്യമുള്ള ആളുകളും മറ്റ് രോഗങ്ങളുള്ളവരുമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ളൊരു പുതിയ ജനിതക വ്യതിയാനം വരികയും കൂടുതൽ കേസ് വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവരാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അവർക്ക് രോഗം കൊടുക്കാതിരിക്കാൻ മറ്റുള്ളവർ ശ്രദ്ധിക്കണം. ഇതിനിടെ ഡെങ്കിയും എലിപ്പനിയും കേരളത്തിൽ കൂടുന്നുണ്ട്. ഈ മാസം 23-ാം തീയതി വരെ മാത്രം 1684 പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. 7 മരണവും റിപ്പോർട്ട് ചെയ്തു. 220 പേർക്കാണ് 23 ദിവസത്തിനിടെ എലിപ്പനി കണ്ടെത്തിയത്. 21 മരണം. ഇടവിട്ടുള്ള മഴയാണ് വൈറൽ പനി അടക്കം കൂടാൻ കാരണം. പൊതുയിടങ്ങളിൽ മാസ്ക് ധരിക്കുന്നത് പ്രതിരോധമാണ്. റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.